വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, മലയാളം മനസ്സിലാവോ? കുറച്ച് മനസ്സിലാവും, സംസാരിക്കും. പാരന്റ്സ് മലയാളീസ് ആണ്. ഓക്കെ, സോ ബട്ട് യു ആർ ബോൺ ആൻഡ് ബോർഡ് ഇൻ മഹാരാഷ്ട്ര. അപ്പൊ ഈ റുബിക്സ് ക്യൂബ് ആയിട്ട് നമ്മൾ അത്തപ്പൂക്കളം ഓൾറെഡി നമ്മൾ കണ്ടു. ഇത്രയും അത്തപ്പൂക്കളം തന്നെ ഇത്രയും നൈസായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ എം പ്രിറ്റി ഷുവർ യു മസ്റ്റ് ഹാവ് ഡൺ എ ലോട്ട് ഓഫ് പിക്ചേഴ്സ് അല്ലെങ്കിൽ ഫിഗേഴ്സ് ഓഫ് പീപ്പിൾ. അങ്ങനെയൊക്കെയാണോ ഈ റുബിക്സ് ക്യൂബ് വെച്ച് ചെയ്യുന്നത്? ബേസിക് ആയിട്ട് ഞാൻ ചെയ്യുന്നത് റുബിക്സ് ക്യൂബ് ആൽഫബറ്റ്സ് ഉണ്ടാക്കും ബ്ലൈൻഡ് ഫോൾഡ് ആയിട്ട്. ബ്ലൈൻഡ് ഫോൾഡ് ആയിട്ടോ? അതായത് കണ്ണടച്ച് വെച്ചിട്ട് ABCD ചെയ്യുന്നത്. സോ ബേസിക്കലി ഒരു പേര് വരെ നമുക്ക് റുബിക്സ് ക്യൂബിൽ ചെയ്യാൻ പറ്റും. 4 letter words അല്ലേ? അടിപൊളി അല്ലേ? അതെന്ത് രസമായിരിക്കും അങ്ങനെ. ഓക്കെ, പിന്നെ ഏറ്റവും ഗ്രാൻഡ് ആയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നത് ഞാൻ റുബിക്സ് ക്യൂബിൽ ഫോട്ടോസ് ഉണ്ടാക്കും. വാവ്, ബ്രില്യന്റ്. ഓക്കെ, ശരി, വേറെ കാര്യം ചെയ്യട്ടെ. സോ യു ഗോട്ട് ലോട്ട് ഓഫ് അവാർഡ്സ് ആൻഡ് ഓൾ ദോസ് തിങ്സ് ആൻഡ് യു ആർ ദേർ ഇൻ ദിസ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ്. Okay, my name is Indian Book of Records, multiple Asia Book of Records, Limca Book of Records. I am also a Guinness World Record. My God. എന്റെ മോനെ, വലിയ സംഭവമാണത്. So when did you start doing all these things? Actually, it's a long story. It started 5 years before. Cause 5 years before I was a mobile addict, highly mobile addict. Actually, I have a story of that. ഈ മൊബൈലിൻ്റെ ഗിഫ്റ്റാണ് ഇത്. എനിക്ക് പുതിയ ലുക്ക് കിട്ടി. സോ അതിന് പുറത്ത് വരാൻ വേണ്ടി എനിക്ക് കണ്ണാടി ആയപ്പോൾ എനിക്ക് ഇച്ചിരി ഇഷ്യൂസ് ആവാൻ. എൻ്റെ വീട്ടിൽ എനിക്ക് മാത്രമേ കണ്ണാടി ഉള്ളൂ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ എനിക്ക് ഇച്ചിരി കളിയാക്കാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഫാദർ എനിക്ക് റുബിക്സ് ക്യൂബ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു വിത്ത് എ ചാലഞ്ച്. If I solve the cube within a stipulated period of time, എനിക്ക് എൻ്റെ ഫേവറേറ്റ് പേഴ്സണാലിറ്റിയെ ഒന്ന് മീറ്റ് ചെയ്യിപ്പിച്ച. Who was that? He was not a celebrity. He's someone from your place. Yeah, someone from your perfect. So I took that challenge seriously and within 1 week I started doing cube. 1 minute I solved cube. ഒരു മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ക്യൂബ്, അതായത് ഫോണിൽ നിന്നും അഡിക്ഷൻ മാറാൻ വേണ്ടി കൊടുത്തൊരു സാധനം. എന്നിട്ട് പിന്നെ 1 മിനിറ്റ് കൊണ്ട് സാധനങ്ങളൊക്കെ സോൾവ് ചെയ്ത് തുടങ്ങി. ഞാൻ മൊബൈൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊന്നും ലോസേ ഉള്ളായിരുന്നു. അപ്പൊ ഞാൻ അതിന് വിട്ടിട്ട് ഇത് ചെയ്താൽ എനിക്ക് ഇനിയും ഉയരത്തോട്ട് കയറാം. അപ്പോൾ ആ സമയത്ത് ഞാൻ തുടങ്ങിയത് ക്യൂബ് ചെയ്യാം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇതിപ്പോ ഇതിനിപ്പോ എന്താ പറയാ? നോർമൽ റുബിക്സ് ക്യൂബ്. സൈസ് പറയോ ഇതിന്? 3x3. 3x3. Okay, so what are you going to do with this? ഈ ക്യൂബ് എനിക്ക് സോൾവ് ചെയ്യാൻ മാത്രമേ പറ്റൂ. ഇത് ഞാൻ സോൾവ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും അത് കണ്ടായിരുന്നോ? ഞങ്ങള് കണ്ടു. ഓക്കെ, എന്നാ ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. നന്നായിട്ട് സ്ക്രാമ്പിൾ ആയിട്ടില്ല. നന്നായിട്ട് കറക്കി, താൻ കറക്കാൻ പിടിക്കില്ലേ? കണ്ണഞ്ഞാണ്ട് കൊടുക്കും, അതേ പുള്ളിയാൻ പിടിക്കുക. ഇച്ചിരി സമയം എടുക്കുക. കാരണം ഞാൻ അത്രയ്ക്കും കറക്കിയോ? അതല്ല, ഒരു കൈ കൊണ്ട് ചെയ്യല്ലേ. ഒരു രക്ഷയില്ല. കൊള്ളാം, this is a great thing. ശരി, ഇനി എനിക്ക് ഇതുപോലത്തെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ കാണാൻ പറ്റും? Can I have the names? I mean the letters. I'll bring the cubes. Yeah, sure, please. അഫാൻ കുട്ടീനോട് ഞാൻ ആൽഫബറ്റ്സ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചത്, പക്ഷെ ഫുൾ സ്ട്രെച്ചോടെയാണ് വന്നിരിക്കുന്നത്. ഈ പടപടയുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഓൾസോ അഫാന്റെ ഫാദർ നമ്മളോടൊപ്പം ഉണ്ട്. ഫാദറിന്റെ പേരെങ്ങനെയാണ്? ബിജുക്കുട്ടി. ഓക്കെ, അപ്പം സാറാണ് ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലേ? അത്രയ്ക്കും അഡിക്റ്റീവ് ആയിരുന്നു ഫോണുമായിട്ട്. രാത്രി 3 മണിക്ക് ബ്ലാങ്കറ്റ് തുറന്ന ഉള്ളിൽ ഇരുന്ന് മോൻ പബ്ജി കളിക്കുമായിരുന്നു. ആ ലെവലിൽ അഡിക്ഷൻ ആയിരുന്നു. ഓക്കെ, സോ പക്ഷെ എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ റുബിക്സ് ക്യൂബ് എന്തുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു? Because I used to do Rubik's Cube. Okay. Are you know the benefits of Rubik's Cube? Okay. Are you also one kind of an intelligent like him doing all these things? അത്ര എത്തിയിട്ടുണ്ടോ? അത്ര ഒന്നുമില്ല. But Afan can do much more than anybody can do. Okay. Great job. Super. Now Afan will be making comedy masters. Okay. Blindfolded on Rubik's Cube. അതായത് കണ്ണ് കെട്ടിയിട്ട് കോമഡി മാസ്റ്റേഴ്സ് എന്നുള്ള ആ ലെറ്റേഴ്സ് കറക്റ്റ് ആയിട്ട് ആ പ്രിന്റ് അതേപോലെ ആക്കാൻ പോവാണ് ഈ റുബിക്സ് ക്യൂബ് വെച്ചിട്ട് അല്ലെ. 7x7 റുബിക്സ് ക്യൂബ് വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, come on Afan, we are going to do this. അതായത് റുബിക്സ് ക്യൂബില് കണ്ണ് കെട്ടിയിട്ട് കോമഡി മാസ്റ്റേഴ്സ് എന്നുള്ളത് മേക്ക് ചെയ്ത് ചെയ്യാൻ പോവാണ്. ഓക്കെ, യെസ്.
നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് എന്നുള്ള ആ ഒരു ടൈറ്റിൽ നെയിം നമ്മൾ എപ്പോഴും കാണുന്നതാണ്. അത് മാത്രമല്ല നമ്മൾ സാധാരണ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ആദ്യം സി തൊട്ട് തുടങ്ങിയിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ലാസ്റ്റിൽ നിന്നാണ് ചെയ്യുന്നത്. അതാ ലാസ്റ്റ് ആ ഒരു ലെറ്ററും കൂടെ. യെസ്, കോമഡി മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. പക്ഷെ വാട്ട് ഇസ് ദിസ് ഡൂയിങ്? ഫ്ലാഗ് ഓഫ് ഇന്ത്യ. വാവ്, ദാറ്റ്സ് ഗ്രേറ്റ്, ദാറ്റ്സ് ഗ്രേറ്റ്. കോമഡി മാസ്റ്റേഴ്സ് ഉള്ളത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുകയാണ്. ഇഫ് എനിബഡി ഹാസ് എ ഡൗട്ട് അഫാൻ ക്യാൻ സി അഫാൻ കാണാന്ന് ആ ഡൗട്ട് വരും ക്ലിയർ ചെയ്യുവാണ്. എനി ആൽഫബറ്റ് ഫ്രം എ ടു സെഡ് യു ക്യാൻ സേ സർ. സർ ഡബ്ല്യു. ഡബ്ല്യു. അഫാൻ വിൽ ബി മേക്കിംഗ് ഡബ്ല്യു ആൻഡ് ഹി വിൽ പ്രൂവ് ദാറ്റ് ഹി കനോട്ട് സീ. കഴിഞ്ഞിരിക്കുകയാണ്. ഗംഭീരം ഗംഭീരം ഗംഭീരം. അഫാൻ കുട്ടി മൊത്തം കലക്കി. ഓ രക്ഷയില്ല. ഇതാ അടുത്തത് 13 by 13 Rubik's Cube. 13 by 13. 13 by 13 means 169 blocks are there. ഒരു സൈഡിൽ 169 blocks in one side. One side. Okay. Any 4-letter word you say, sir. Any 4-letter word. CARE. 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 കഴിഞ്ഞിരിക്കുകയാണ്. കാണാൻ പറ്റുന്നുണ്ടോ? ഈ സൈഡിലും വന്നിട്ടുണ്ട്. 3 സൈഡ് മിറർ ഇമേജ് ആയിരിക്കും. ഓക്കെ, 3 സൈഡ് മിറർ ഇമേജ് ആണ്. മിറർ ഇമേജ്. ഓക്കെ, ദിസ് ഇസ് ദ റിയൽ വൺ, ഒറിജിനൽ OG. ഇത് മാത്രമല്ല, ലോകത്ത് ഇത് ചെയ്യുന്ന ഒരേ ഒരു വ്യക്തിയാണ് ഇപ്പൊ നമ്മളോടൊപ്പം ഈ വേദിയിലുള്ളത്. അഫാൻ കുട്ടി. സൂപ്പർ സൂപ്പർ. We are so happy to meet you. In fact, ഹാപ്പിനെക്കാട്ടിലും കൂടുതൽ we are so excited. പക്ഷെ ഇതുകൊണ്ട് തീർന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അല്ല മക്കളെ, ലോകത്ത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ അഫാൻ കുട്ടി ചെയ്തിട്ടുണ്ട്. അത് കാണിക്കാനാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. വാട്ട്സ് നെക്സ്റ്റ്? ഇവിടെ ഒരു 40 ക്യൂബ്സ് ഉണ്ട്. ഇതിനകത്ത് ഈ ഒരു ഫോട്ടോ ഉണ്ടാക്കാൻ പോവാ. നമുക്കപ്പോൾ അത് നോക്കാം. ഓക്കെ, വിൽ സ്റ്റാർട്ട് വിത്ത് ഇറ്റ്. അതായത് ഇനി അഫാൻ കുട്ടി ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു ഫോട്ടോ ആണ് അവിടെ ചെയ്യാൻ പോകുന്നത്. പക്ഷെ ആ ഫോട്ടോ ആരുടെയാണെന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. ദാറ്റ്സ് എ സർപ്രൈസ്. അതും കണ്ണ് കെട്ടിയിട്ടാണ് ചെയ്യുന്നത്. നോർമലി നമ്മൾ കണ്ടിട്ടുള്ളത് ക്യൂബ്സ് അല്ലാണ്ട് തന്നെ പിക്ചർ റെപ്രസെൻറ്റേഷൻ നോക്കിയിട്ട് ചെയ്യുന്നതാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് കണ്ണ് കെട്ടിയിട്ടാണ് ചെയ്യുന്നത്. സോ ഹൗ ലോങ് ഡിഡ് യു ടേക്ക് ടു ഡു ദിസ്? ആസ് ഇൻ പ്രാക്ടീസ് ചെയ്തത്? പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അപ്പൊ ഈ ഫോട്ടോ ആദ്യമായിട്ടാണോ ഇവിടെ ചെയ്യുന്നത്? ഓക്കെ, ഈ ഫോട്ടോ ആദ്യമായിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഇതുവരെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ആരുടെ ഫോട്ടോ ആയിരിക്കും? ഒരു ഐഡിയ ഇല്ല. ബിബിൻ ചേട്ടന്റെ കണ്ണ് കെട്ടിയിട്ട് ഇതുപോലൊരു റുബിക്സ് ക്യൂബ് തരുവാണെങ്കിൽ ആരുടെ മുഖമായിരിക്കും, അല്ലെങ്കിൽ ആരുടെ പടമായിരിക്കും, അല്ലെങ്കിൽ എന്ത് പടമായിരിക്കും ഉണ്ടാക്കാൻ താല്പര്യപ്പെടുക, അല്ലെങ്കിൽ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്, അല്ലെങ്കിൽ എന്തായിരിക്കും ഉണ്ടായി വരിക? അതായിരിക്കും കറക്റ്റ്. എന്താണ് ഉണ്ടായി വരിക? നമ്മൾ ആഗ്രഹം ചോദിച്ചാൽ ഇപ്പൊ എല്ലാ ആൺകുട്ടികളോടും പറഞ്ഞാൽ അവരാദ്യം അവരുടെ അമ്മയുടെ ഫോട്ടോ ആയിരിക്കും ആദ്യം ഉണ്ടാക്കുക. സിമ്പിൾ അല്ലേ? അമ്മയുടെ ഫോട്ടോ. എനിക്ക് തോന്നുന്നു ഇനി അവസാനത്തെ ഒരു 1 2 3 4 5 കട്ടകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതും കൂടെ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ പിക്ചർ കംപ്ലീറ്റ് ആകും. എന്തെങ്കിലും ഒരു ചെറിയ ഗസ് ഇവിടെ 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 സാന്നിധ്യമുണ്ട്. ഫസ്റ്റ് തിങ്, ഓക്കെ, നമ്മളായിട്ട് വളരെയധികം റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. കിട്ടിയോ? വിപിൻ ചേട്ടൻ ഒഴികെ ബാക്കി രണ്ടുപേർക്കും കിട്ടിയോ? വിപിൻ ചേട്ടനും കിട്ടിയോ? പറയണ്ട, മനസ്സിൽ വെച്ചേക്ക. ഇനി വെറും 2 ക്യൂബ്സേ ഉള്ളൂ. അതിൽ ഒരെണ്ണം ഓൾറെഡി ഹി ഈസ് ഡൺ വിത്ത് ഇറ്റ്. ഇനി ലാസ്റ്റ് ക്യൂബ് ആണ്. യെസ്, ആ ക്യൂബും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പിക്ചർ കംപ്ലീറ്റ് ആകും. ഞാനോ? ഓക്കെ, ലാസ്റ്റ് ക്യൂബ് ഞാൻ തന്നെ ഇടണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ദൈവത്തോർത്ത് നശിപ്പിക്കില്ലേ? ഇല്ല, എനിക്ക് ഒരെണ്ണം വെച്ചിട്ടേ മൊത്തം കൺഫ്യൂഷൻ. യെസ്, കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് താങ്ക് യു സോ മച്ച്. ആൻഡ് അവസാനത്തെ ഒരു ബ്ലോക്ക് എന്നെ കൊണ്ട് വെപ്പിക്കാൻ സാധിച്ചത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്രു ചേട്ടൻ ആരുടെ പേരാ പറഞ്ഞേ? മാതാ അമൃതാനന്ദമയി ദേവി. ഓക്കെ, ഷാൻ ചേട്ടാ? മാതാ അമൃതാനന്ദമയി. ഓക്കെ, വിപിൻ ചേട്ടാ? എനിക്കൊരു ഗസ് ഇല്ലായിരുന്നു. അപ്പൊ നമുക്ക് ഇനി ആരുടെയാന്നുള്ളത് കണ്ടു നോക്കാം. ഓക്കെ, കണ്ണടച്ചോ നിങ്ങൾ എല്ലാവരും കണ്ണടച്ചാണേ. യെസ്, കണ്ണ് കെട്ടി അഫാൻ കുട്ടി
ഇതാ ഇവിടെ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം അമ്മയുടെ ഫോട്ടോ ആണ്. അത് മാത്രമല്ല വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഈ ബ്ലോഗ്സ് കൊണ്ട് ഈ ഒരു ഫോട്ടോ ചെയ്തത്. ഫോട്ടോ തന്നെ. എക്സാക്ട്ലി. അയ്യോ വാ നമുക്ക് എഴുന്നേറ്റ് ഇതിന് നമ്മൾ അതിൽ കൂടുതൽ എന്തിട്ടാ ചെയ്യാ? നമുക്കൊന്നും ചെയ്യാനല്ല ഇതുള്ളൂ. സ്റ്റാൻഡിങ് ഇവിടെ അങ്ങനെ Very proud നമുക്ക് നമ്മൾ ഇത്ര അത്ഭുതപ്പെടുത്തി ആരും ഇത്രയും ഗംഭീരമായിട്ട് ഇത്രയും പെർഫോമൻസ് ചെയ്തിട്ടില്ല. ഇത് അഫൻ യു ഹവ് ഡൺ. താങ്ക് യു വെരി മച്ച് മാം. അപ്പൊ ഞങ്ങള് 3 പേരും റിയലി വണ്ടറായി നിൽക്കുന്നോണ്ടാണ് ഞങ്ങൾക്കൊന്നും സംസാരിക്കാൻ പറ്റാത്തത്. സർ താങ്ക് യു സോ മച്ച്. കാരണം ഇതിന്റെ ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല. കാരണം ഞങ്ങളുടെ ഭാഗ്യമാണ് നിങ്ങൾ ഇവിടെ വന്നത്, ഈ ഫ്ലോറിൽ വന്നത്. മാത്രമല്ല കോമഡി മാസ്റ്റേഴ്സിന് അതിന് ഇത് ആരാണ് ഇദ്ദേഹത്തെ കണ്ടുപിടിച്ചത് അയാൾക്കും ആരായാലും ഗംഭീരായി. അലീന, ഇതിലേ എന്തോ 2 കാര്യങ്ങളുണ്ട്. അതായത് പറയാണ്ട് വയ്യ. ഈ മനുഷ്യന് അപ്രാപ്യമായ ഒന്നുമില്ല എന്ന് ഇപ്പൊ കുറച്ചു മുമ്പും കൂടി എന്നോട് പകർച്ചയായിട്ടും പറഞ്ഞുള്ളൂ. അവന്റെ സ്കില്ലും അവന്റെ ബുദ്ധിയും, അതായത് ഐൻസ്റ്റീൻ പോലും, ലോകത്തെ ഏറ്റവും കൂടുതൽ ചിന്തിച്ചിരുന്ന ഐൻസ്റ്റീൻ പോലും 1% പോലും ചിന്തിച്ചിട്ടില്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ബ്രെയിൻ. ഈ ടാലന്റും സ്കില്ലും തമ്മിൽ വ്യത്യാസമുണ്ട്. ടാലന്റ് എന്ന് പറയുന്നത് നമുക്ക് ജനിക്കുമ്പോഴേ ചിലപ്പോൾ കിട്ടുന്നതായിരിക്കാം. സ്കില്ല് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസിലൂടെയാണ്. ഈ സ്കില്ല് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കഴിവ്. അതിന് മകന്റെ കയ്യിൽ നിന്ന് മൊബൈൽ പിടിച്ചു വാങ്ങി മാറ്റിയിട്ട് സ്കില്ല് വളർത്താൻ, അല്ലെ, ലോകത്തിന് മുഴുവൻ മാതൃകയാക്കിയിട്ട് മകനെ വളർത്തിയ ചേട്ടനാണ് ആദ്യത്തെ കയ്യടി. ഞാനിവിടെ വന്നിട്ട് കോമഡി മാസ്റ്റേഴ്സിൻ്റെ ഈ സീറ്റിൽ വന്നിട്ട് കുറേ എപ്പിസോഡുകൾ ഇരുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നത് ഇത് കോമഡി മാസ്റ്റേഴ്സിൻ്റെ വേദിക്ക് ചരിത്രത്തിൽ ഒരു പൊൻ തൂവലായിരിക്കും. വെരി ട്രൂ, സൂപ്പർ. കാരണം കണ്ണടച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട അമ്മയുടെ ചിത്രം, അതെ, മനോഹരമായ ചിത്രം, ജീവൻ തുടിക്കുന്ന ഒരു ചിത്രമാണ് അഫാൻ ചെയ്തിരിക്കുന്നത്. അതിന് പ്രത്യേകം നന്ദിയും അഭിനന്ദനങ്ങളും കോമഡി മാസ്റ്റേഴ്സിന്റെ പേരിൽ അറിയിക്കുന്നു. മോനെ ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. അത്രയും യെസ്. അപ്പൊ നമ്മുടെ ഈ ഒരു കുട്ടി സ്റ്റാറിന് നമ്മുടെ സൈഡിൽ നിന്നും കൂടെ സ്റ്റാർ കൊടുക്കണ്ടേ? അത് അത് നല്ല ആലങ്കാരികമായി പറഞ്ഞ് നമ്മുടെ ഷാജോൺ പറയും. എന്താ നമുക്ക് 5 സ്റ്റാർ അല്ലേ? നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്റെ മകനാ ഒരു 5 സ്റ്റാറോടെ. ഞങ്ങൾ എല്ലാവരുടെ മക. ഐ റിക്വസ്റ്റ് നിങ്ങൾ 3 പേരോടെ വരാൻ പറ്റുമെങ്കിൽ അത്രയും സന്തോഷം. കോമഡി മാസ്റ്റേഴ്സിന്റെ 5 സ്റ്റാർ ആർട്ടിസ്റ്റ് ആയിട്ട് ഇനി അറിയപ്പെടാൻ പോവുകയാണ് നമ്മുടെ സ്വന്തം അഫാൻ കുട്ടി.